ഏറ്റവും ഇഷ്ടം ഏതാ? മുളക് കൃഷി. ബണ്ണിഞ്ചാരും കൂട്ടി കഴിക്കാണോ സാധ്യ ചെയ്യേണ്ടത്? ആക്ച്വലി ഞാനിത് എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ചെയ്തെടുത്തിട്ടൊന്ന് അടിച്ച് പരത്തി ഒരു ഇതാക്കിയിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു രാവിലത്തെ വ്ളോഗ് തുടങ്ങുന്നത് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ രാവിലത്തെ ആ ഒരു ഷടവട പരിപാടിയിലുണ്ടല്ലോ, ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചു, ഒന്നും നടന്നില്ല. ഇന്ന് ആകെ പോക ദിവസമായിരുന്നു. അപ്പോൾ രംഷേട്ടനും മിത്തുകുട്ടിയൊക്കെ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പോയി, ഞാൻ ജിമ്മിൽ പോയി സമാധാനമായി വന്നിരുന്ന് കഴിക്കുകയാണ്. ഇപ്പോൾ സമയം 9:50. എന്നോ ഒരു 10 മണിയാവും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഇന്ന് പാൻ കേക്കാണ് കഴിച്ചത്. പക്ഷെ വിശപ്പ് മാറിയില്ല ആക്ച്വലി, കാരണം മിത്തുവിന് കൊടുത്തയച്ച ഷോർട്ട് ബ്രേക്കിന് കൊടുത്തയച്ച പാൻ കേക്കിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ദോശമാവുണ്ട്, കഴിക്കണോ അതോ ഫ്രൂട്ട്സ് കഴിക്കണോ എന്താ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാൻ കേക്ക്. ഞാൻ ഇന്ന് ഷുഗർ മറ്റേ ജാഗറി പൗഡർ ഇടാറ്, ഇന്ന് അതും ഇട്ടില്ല. ഇന്ന് അതിന് പകരം ഞാൻ ഡേറ്റ്സ് ഇട്ടു, നമ്മുടെ ഓട്സും, അതുപോലെ ഓട്സ് പൊടിച്ചത്, മുട്ട, പഴം, പിന്നെ റോബസ്റ്റ പഴമാണ്, പിന്നെ ഒരു 3-4 ഡേറ്റ്സ്, പിന്നെ കുറച്ച് പാലും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത്. ഭയങ്കര ടേസ്റ്റ്, കിട്ടില്ല ടേസ്റ്റ് കിട്ടും. ആക്ച്വലി നല്ല മധുരം, വെറും 3 ഡേറ്റ്സ് ഇട്ടിട്ടുള്ളൂ, പക്ഷെ പഴത്തിൻ്റെയും കൂടെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്നും കുട്ടികൾക്ക് ഈ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് എന്നും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കാരണം നമ്മൾ ഈ ദോശയൊക്കെ കഴിക്കണോണ്ട് ഒരു കാര്യമില്ല, ദോശയിൽ ഒന്നും അടങ്ങിയിട്ടില്ല, കുറച്ച് കാപ്സ് അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീനും ഫൈബറൊക്കെ പിള്ളേർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ ഈ ഓട്സ് പാൻ കേക്ക്, ഇനി രാവിലെ ഒന്നും കഴിക്കാതെ പോവുകയാണെങ്കിൽ ഷോർട്ട് ബ്രേക്കിന് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇതിൽ ചില ദിവസം നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം, പിന്നെ ചില ദിവസം കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ആഡ് ചെയ്യാം. അത് എന്നും ചെയ്യരുത് കേട്ടോ, എന്നും ആകുമ്പോൾ അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്യാം, ന്യൂട്ടെല്ല എന്നല്ല, പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹണി. ഞാനിന്നും ഹണി സ്പ്രെഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് സ്പ്രെഡ് ചെയ്യാം. മേപ്പിൾ സിറപ്പൊക്കെ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. സ്ട്രോബെറി, ഈ ബനാനയ്ക്ക് പകരം സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി വെച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ബേക്കറി എന്നുള്ള സാധനമേ ഇപ്പോൾ ഉപയോഗിച്ച് വെക്കാറില്ല ഷോർട്ട് ബ്രേക്കിന്. ഫ്രൂട്ട്സാണ് വെച്ചിരുന്നത്, ഫ്രൂട്ട്സ് സമയത്തിന് കഴിച്ച് മടുത്ത്. അപ്പോൾ ഞാൻ വെച്ചിങ്ങനെ ഓരോ ദിവസവും ഓരോ ടൈപ്പ് പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. അടിപൊളി ഫുഡാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. രാവിലത്തെ ജിമ്മും പരിപാടികളൊക്കെ കഴിഞ്ഞാലാണ് ഇനി ക്ലീനിങ്ങിലേക്ക് കിടക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മളോട് എപ്പോഴും തമാശയ്ക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇതൊക്കെ വീട്ടിൽ എന്താ ഇത്ര പണി എന്നുള്ളത്. പക്ഷേ സത്യം പറയട്ടെ, നമ്മളൊരു ജോലി ചെയ്യുന്നതിൻ്റെ അതായത് നമ്മളൊരു ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴോ ഈവൻ യൂട്യൂബ് ചെയ്യുന്നതിൻ്റെ ഒരു 10 ഇരട്ടി പണിയാണ് നമ്മുടെ വീട്ടിൽ നമ്മളെടുക്കുന്ന പണി എന്നുള്ളത്. പറയുമ്പോൾ ഇതൊന്നും ആർക്കും ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നതും പാത്രം കഴുകുന്നതും മടക്കി വെക്കുന്നതും തിരുമ്പാൻ തോരയിടുന്നതും ഇതൊന്നും ഒരു പണിയായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യില്ലെങ്കിലും ഇത് ബെഡ് വിരിക്കുന്നതും ഒക്കെ കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 3-4 മണിക്കൂർ. ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ മലയാളികളുടെ കുക്കിങ്ങും കൂടെ പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, അത്രയ്ക്കും നമുക്ക് കുക്ക് ചെയ്യാനുണ്ട്. ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോഴും 1 മണിക്കൂർ കിച്ചൺ ക്ലീൻ ചെയ്യേണ്ട പരിപാടി ഉണ്ട്. ഇതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യം കൂടെ ആകുമ്പോൾ നമുക്ക് പറയും വേണ്ട. പക്ഷേ എന്ന് വെച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ഇതും ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളൊരു പാറ്റേൺ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അധിക കാലമൊന്നും നമുക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ടയേർഡാവും, നമ്മൾ ഫിസിക്കലി വളരെ വീക്കായിരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 50s ഒക്കെ ആകുമ്പോഴേക്കും ആണുങ്ങളെക്കാളും വളരെ വീക്കായിട്ടുണ്ടാവും. ഹോർമോണൽ ചേഞ്ചസ് മാത്രമല്ല, ഇങ്ങനെ അമിത പണിയെടുക്കുന്ന കാരണം സ്ത്രീകൾക്കിട്ട്. ഞാനിപ്പോൾ മടക്കി വെക്കേണ്ട ഡ്യൂട്ടി 2 വർഷമായിട്ട് മിത്തുക്കുട്ടീനെ ഏൽപ്പിച്ചിരിക്കുക. ഒരു വീട്ടിൽ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചേ പറ്റൂ. പണ്ടൊക്കെ എല്ലാം എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്താലാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ, അപ്പോഴേ ഞാൻ നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയും ആവുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ടുപോയാലാണ് ഒരു വീട് വൃത്തിയായാലും, നമുക്കാണെങ്കിലും നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ ജോലിയാണെങ്കിലും പ്രത്യേകിച്ച് വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ എന്തായാലും എല്ലാവരും ഒരുപോലെ സഹകരിക്കണം. അല്ലാതെ ഒരാൾ മാത്രം ഇതെല്ലാം ചെയ്ത് അയാളുടെ ലൈഫ് സഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് മെഡലൊന്നും എവിടെയും എടുത്തു വെച്ചിട്ടില്ല, സ്വർഗത്തിലെ സീറ്റും എടുത്തു വെച്ചിട്ടില്ല. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു വീട്ടിൽ ആണായാലും പെണ്ണായാലും എല്ലാം പഠിപ്പിച്ചിരിക്കണം. നമ്മുടെ അമ്മമാരുടെ തലമുറ അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ 2 പേരാണെങ്കിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എല്ലാം പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ആക്ച്വലി ഞാനിത് എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഈ ഒരു ഏരിയയെ പറ്റി എപ്പോഴും അങ്ങനെ പറയാറില്ലല്ലോ, കാണിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഹോം ടൂറിൽ ഇത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയനെ പറ്റി അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രൈ ഏരിയ എന്ന് പറയുന്നത്. അതായത് ബാത്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്കിങ്ങനെ വലിയ ബാൽക്കണീസ് ഇല്ല, നമുക്ക് ജസ്റ്റ് ചഡ്ജ പോലെയുള്ളൂ. അതായത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക്
തോരിടാം, പക്ഷെ അതും ഊത്താലടിക്കാൻ ചാൻസ് ഉണ്ട്. മഴക്കാലത്താണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഡ്രയർ വാങ്ങിയത് കേട്ടോ. നമ്മുടെ മറ്റേ വീട്ടിലൊക്കെ എങ്ങനെ വെച്ചാൽ വലിയ ബാൽക്കണി ആയിരുന്നു, അതിൽ നമുക്ക് എന്താ പറയുക തോരിടാനും ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാ റൂമിലും ഹാളിലും ബാൽക്കണി ഉണ്ട്, പക്ഷെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നിൽക്കാനേ പറ്റുള്ളൂ, ഇരിക്കാനോ ബാക്കിയുള്ളതൊന്നും പറ്റില്ല. അയൽ കെട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ തോരിടാം, അത്രേ പറ്റുള്ളൂ. അതങ്ങനെ തോരിയിട്ടിട്ടില്ല. അപ്പൊ ഈ സ്പേസ് നമുക്ക് 3 ബാത്റൂമിലും ഡ്രൈ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനും ഡ്രയറും പിന്നെ അത്യാവശ്യം ഇതിലേക്കുള്ള സാധനങ്ങൾ. ബാക്കി 2 ഡ്രൈ ഏരിയയിലും ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ വീട്ടിലിങ്ങനെ ചെറിയ മുംബൈയിലൊക്കെ മാക്സിമം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു കോമ്പാക്ട് വീടുകൾ തന്നെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിൽ നമുക്ക് മാക്സിമം സ്പേസ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിച്ചതാണ്. അപ്പൊ ഞാൻ എന്തായാലും തിരുമ്പാനിടട്ടെ. ഡ്രയറിൽ കുറച്ച് തുണി കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ. ഇതേപോലെ തന്നെയാണ് മറ്റേ 2 ബാത്റൂമിലും. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ് കബോർഡൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിലല്ലേ നമുക്ക് വാഷിംഗ് മെഷീനും ഈ ഒരു കോമൺ ബാത്റൂം പോലെയുള്ളതല്ലേ നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും മിത്തുക്കുട്ടറ ബാത്റൂമാണ്. ഇവിടെ മിത്തു മാത്രമേ കുളിക്കാറുള്ളൂ. പറഞ്ഞ സമയം ഉച്ചയാവാറായിട്ടോ. 2-3 ദിവസം മുന്നേ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ ഇതുവരെ എനിക്ക് ആ പെട്ടിയുടെ ഉള്ളിലേക്ക്, അതായത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ അത് ആക്കിയിട്ടേ അടങ്ങൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നോരോന്നാക്കി രാവിലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഇന്നത് കഴിഞ്ഞു എന്നുള്ള ബോധം ഉണ്ടാവുക കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും ഓരോ പാക്കറ്റ് ഇതായിട്ട് ഇങ്ങനെ എഴുതി വെക്കും, എഴുതി ഫ്രിഡ്ജിൽ ഒട്ടിക്കും. അപ്പോൾ എന്താണ് കഴിഞ്ഞത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ബ്ലിങ്കിറ്റിൽ അറ്റ്ലീസ്റ്റ് ഓർഡർ ചെയ്യാലോ, അല്ലെങ്കിൽ ഞാനതൊക്കെ മറക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് വെക്കാറുള്ളത് ഈ ഫ്രിഡ്ജിൻ്റെ മേലെ തന്നെ. അപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവും. ഒന്ന് കുളിച്ച് വന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക്, ഇന്ന് രാവിലെ ചപ്പാത്തിയും ദാലും ആയിരുന്നു. ആക്ച്വലി ദാല് തികഞ്ഞില്ല. ചപ്പാത്തി പിന്നെ ഞാൻ ആ സമയത്ത് ധൃതി പിടിച്ച് 2 കൂടെ എക്സ്ട്രാ ഉണ്ടാക്കില്ല. കാരണം എനിക്ക് അറിയാവുന്ന ദാല് കുറച്ച് കുറഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനി അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മസൂർ ദാലാണ് കേട്ടോ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് തൂർദാലും എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട്, പിന്നെ ഏതാ മൂങ്ദാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് അങ്ങോട്ട് ദാൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ചപ്പാത്തി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ ചോറ് കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല മുളകൂശിയും പ്രോട്ടീനായിട്ട് എന്താ പറയുക നമ്മുടെ വൻപയറില്ലേ അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഓൾറെഡി ഉണ്ടാക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേറെ ഒന്നും ഉണ്ടാക്കാത്ത. അപ്പോൾ കുറച്ച് ചോറും ഹായ് മുളകൂശ്യത്തിൻ്റെ മണം. ഈ മുളകൂശ്യത്തിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കൂട്ടാനായിരുന്നു മുളകൂശ്യം. അമ്മ മുളകൂശ്യെങ്ങാനും ആണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ വീട് തല തിരിച്ച് വെക്കും. ഞാൻ വിചാരിക്കും ആരാണ് ഈ മുളകൂശ്യം, ഇതൊക്കെ ഒരു കറിയാണോ എന്ന്. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട, അതേപോലെ തന്നെ പണ്ട് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. പുളിയഞ്ചി എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മുളകാ പച്ചടി. പക്ഷെ എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അത് മുളകാ പച്ചടി തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പണ്ട് ഇഷ്ടമില്ലാതെ. പണ്ട് ഒരു സാമ്പാർ, രാവിലെ സാമ്പാർ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തേങ്ങ അരച്ച കറികൾ മാത്രമേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ. താള്, പിന്നെ കഞ്ഞിയുടെ വെള്ളത്തിലൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ കറക്കിടക സംഭവം, അതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല കേട്ടോ. അതൊക്കെ എനിക്കിപ്പോൾ ഈ അടുത്ത് ആണ് ഒരു 4-5 വർഷമായിട്ടുള്ള എനിക്കതൊക്കെ കഴിക്കാനോ, കാരണം അതൊന്നും ഒട്ടും കിട്ടാറില്ലല്ലോ. കാരണം നമ്മൾ നാട്ടിൽ പോകാറില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ തീരെ മുരിങ്ങയിലൊന്നും ഇവിടെ വളരെ അപൂർവമാണ് കിട്ടുന്നത്. ഇവിടെ മുരിങ്ങയില എവിടെ കിട്ടുക? നമ്മുടെ ഈ ഏരിയയിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ കർക്കിടക മാസത്തിൽ അത് കഴിക്കാനും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ഇവിടെ മാർക്കറ്റിൽ എവിടെയും ഞാൻ കിട്ടാറില്ല. ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നോക്കി, ഞാൻ എല്ലാ ബ്ലിങ്കിറ്റിലും എല്ലായിടത്തും നോക്കി, എവിടെയും എനിക്കിത് കിട്ടാറില്ല. എനിക്കും രമേശേട്ടനും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഉപ്പേരി. അതും മുട്ടയും കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നാട്ടിൽ പോകണം, കൊല്ലത്തിൽ ഒരിക്കലും നാട്ടിൽ പോകണം മുരിങ്ങയില. അപ്പം പിന്നെ അമ്മ ഉണ്ടാക്കി തരും കേട്ടോ മുരിങ്ങയില കൂട്ടാനൊക്കെ. അതേപോലെ എനിക്ക് മത്തൻ്റെ ഇലയുടെ ഉപ്പേരി, ചേമ്പിൻ്റെ ഇല, ഇങ്ങനെ താള്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അതൊന്നും ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ലല്ലോ. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ എന്താ പറയുന്ന പോലെ എനിക്കറിയില്ല, ഇവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ പണ്ട് അതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് എനിക്ക് എന്നും മീനിൻ്റെ ആളാണ്. അത് ഞാൻ ഇപ്പോഴും അങ്ങനെയാണ്. എനിക്കിപ്പോഴും 2 ഡേയ്സിൽ കൂടുതൽ മീൻ കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ മീൻ ഇവിടെ എന്തായാലും വാങ്ങും. അപ്പോൾ അതിലിപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മിത്തുവിന് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ് മുളകൂശ്യം. അതുകൊണ്ട് മിത്തുന് 365 ദിവസം മുളകൂശ്യ വെച്ച് കൊടുത്താലും മിത്ത് ചോറുണ്ണും. രമേശേട്ടന് പക്ഷേ ഇഷ്ടമല്ല. രമേശേട്ടൻ തൊട്ട് നോക്കില്ലേ മുളകൂശ്യാണെങ്കിൽ. രമേശേട്ടൻ ഇങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഞാൻ മുളകൂശ്യം, അത് ഭയങ്കര സിമ്പിളുമാണ്, നല്ലൊരു മണം വെളിച്ചെണ്ണയുടെ. ആ പയറുപ്പേരി പ്രോട്ടീനൊന്നും ഇതാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. യെസ്, അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ഷൂട്ടിംഗ് പരിപാടി ഉണ്ട് കേട്ടോ. ഡെയിലി ഒരു 3-4
സംഭവം ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റായിട്ട് ഒരു 3-4 വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ഡെയിലി ഇത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഷൂട്ടിങ്ങിന് വേണ്ടി ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഷോർട്സ് ആയിട്ടും ഞാൻ എന്തായാലും ഇടും. എന്നാലും ഇത് വേണ്ടവർക്ക് എല്ലാം ആമസോണിലാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇപ്പം ഞാൻ ഇട്ടത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല പ്യോർ സോഫ്റ്റ് കോട്ടൺ ആണ്. നല്ല കംഫർട്ടാണ്. പിന്നെ നല്ല ഭംഗിയില്ലേ, നല്ല ക്ലാസ് സംഭവം അല്ലേ. ഈ ഒരു ഭാഗം നോക്കിക്കേ, എന്ത് രസമാണ്. ദുപ്പട്ടയാണെങ്കിലും നല്ല നീളവും വീതി. അടുത്തത് ഒരു അടിപൊളി കോട്ടൺ ബ്ലൂ കുർത്ത സെറ്റ്. ഇതെല്ലാം കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ്റ് ദുപ്പട്ട 3ഉം കൂടി. ഇതും അതെ കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു കുർത്ത സെറ്റാണ്. അതായത് ഓഫീസ് വെയർ ആയിട്ടും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇടാം. ഇത് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഫംഗ്ഷന് വരെ ഇടാം. ഇത് ഓഫീസ് വെയർ ആയിട്ട്, കോളേജ് വെയർ ആയിട്ട്, ടീച്ചേഴ്സിന് ഒക്കെ ഇടാം. കാരണം അത്ര ഭംഗിയില്ലേ കാണാൻ. ബ്ലൂ ആൻഡ് വൈറ്റ് വരുന്നത് നല്ല രസമുണ്ട്. ഇതിൻ്റെ വർക്കും ഒരു ചെറിയ ഫോയിൽ പ്രിന്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ദുപ്പട്ടയാണെങ്കിലും നല്ല നീളവും വീതിയും പോക്കറ്റും ഉണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഡ്രസ്സിനും പോക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ചിലതിൽ നമുക്ക് അനാർക്കലി ടൈപ്പൊക്കെ ആണെങ്കിൽ പോക്കറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിൽ എല്ലാത്തിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. അടുത്തതൊരു കിടിലൻ ഡ്രസ്സാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചു വെച്ചോളൂ. ഒന്നാമത് ഇതിൻ്റെ തുണി നല്ല കംഫർട്ടായിട്ടുള്ള തുണിയാണ്. അതേപോലെ ഇതിൻ്റെ വർക്ക്. ഇത് അത്യാവശ്യം നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട്, ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട്, ഈവൻ റിസപ്ഷൻ വരെ വേണമെങ്കിൽ നമുക്ക് അധികം വിലയൊന്നും വേണ്ട, 1000 റേഞ്ചിൽ മതി എന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിലും അതുപോലെ തന്നെ കൈയിൻ്റെ അവിടെ ഒരു ലേസ് പോലെയുള്ളൂ. പക്ഷെ ആ നെക്കിൻ്റെ പോർഷനും ഇതിൻ്റെ മെയിൻ ഭംഗി വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ഒരു രക്ഷയില്ല. ഒരു ചെറിയ സീക്വൻസ് വർക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ചെറിയ തിളക്കം എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സീക്വൻസ് വർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചോളൂ. എപ്പോഴെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്നതാണ്. അടുത്തതും അതെ. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഒന്നാമത് ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ള ഒരു കളറ്. പിന്നെ ഭയങ്കര സിമ്പിളാണ്. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസ് എംബ്രോയിഡറി വർക്കാണ്. ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്കിൻ്റെ അവിടെയും പിന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ കുഞ്ഞു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട ഭയങ്കര സിമ്പിളാണ്. കണ്ടോ, ജസ്റ്റ് ഒരു പ്ലെയിൻ നല്ല തുണിയാണ്. നല്ല അടിപൊളി കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ കുർത്തയായിട്ട് വാങ്ങിയത്. എല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ എൻ്റെ ബാഗ് ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടാവും. ഈ മിറാജിയോൻ്റെ ഈ ഒരു ബാഗ് നല്ലൊരു ബാഗാണ്. നിങ്ങൾ നോക്കി നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ കുറച്ച് എക്സ്പെൻസീവായിട്ട്, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നല്ല, എന്നാലും ഞാൻ പറയില്ല, ഒരു ലക്ഷറി ബാഗിൻ്റെ ഫീല് തരുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. കാരണം നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷെ ഇത്ര നല്ല ബാഗ് ഓഫീസിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? നല്ല കിഡിലോസ്കി ബാഗാട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഗിഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യെസ്, അങ്ങനെ ഇന്നത്തെ എൻ്റെ ഷൂട്ടിംഗ് തീർന്നു. അപ്പം ഞാൻ മിഥുനെ കൊണ്ടുവരാൻ പോകട്ടോ. ട്യൂഷന് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മിഥുനെ എടുത്തിട്ട് നമുക്ക് 1-2 ചെറിയ പരിപാടികളുണ്ട്. ചെറുതായിട്ട് മഴ ചാറുണ്ട്. മഴയെത്തും മുംബൈ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണെന്ന് വേണമെങ്കിൽ പറയാം. മൺസൂൺ ഇൻ മുംബൈ ഹിറ്റ്സ് വേറെ ലെവൽ എന്ന് നമ്മളെപ്പോഴും കാണാറുണ്ട്. അത് സത്യമാണ് കേട്ടോ. ഫുൾ ഒരു ഗ്രീനറി ആയിട്ടും ഒക്കെ. അങ്ങനെ മിഥുനെ ട്യൂഷനെ വിളിച്ചിട്ട് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി എന്തുണ്ടാക്കും, അതാണല്ലോ അടുത്ത തല പോയി ആലോചിക്കൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ വാങ്ങിക്കാം. അതാണ് ഏറ്റവും എളുപ്പം. സാലഡ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും വേറൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ ചിക്കനും മീനും വാങ്ങിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ഈസിയുമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നത്തിങ് ബട്ട് ചിക്കൻ എന്ന് പറഞ്ഞ ഷോപ്പാണ്. ഇവിടെ എല്ലാം കിട്ടും. ആക്ച്വലി ഫുഡ് ഐറ്റംസും കിട്ടും. നമുക്ക് ജസ്റ്റ് വാങ്ങിയാൽ മതി. പക്ഷെ അതിൽ എത്ര ഓയിൽ യൂസ് ചെയ്യുന്ന അറിയാത്തതുകൊണ്ട് ഞാനത് വാങ്ങാറില്ല. ഞാൻ അവിടെ ചിക്കൻ്റെ പീസസ് ആയിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. വിലയും കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ നത്തിങ് ബട്ട് ചിക്കൻ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഡിന്നർ അതാക്കാം എന്നുള്ളത്. ഇപ്പം നമ്മൾ അധികം സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ചാട്ട്, സാലഡ്സ്, മിത്തുകുട്ടിക്ക് വേറെ കേട്ടോ. ഇതുപോലെ ചോറോ മുളകുശോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും. അവൾക്ക് ചിക്കൻ ഫ്രൈ മതി, ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഷ്ണം കൂടെ ഉണ്ട്. അപ്പം ഞാനും രംഷേട്ടനും ഇതാ നല്ല ലെമൺ പെപ്പർ ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഒരു 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മാരിനേഷനൊക്കെ ചെയ്ത് നല്ല ടേസ്റ്റാണ്. അതുപോലെ ചിക്കൻ സൂപ്പ്, നല്ല ക്ലിയർ സൂപ്പ്, ഇതൊക്കെ കഴിച്ചാൽ ഭയങ്കര ഫില്ലിങ്ങാണ്. കൂടെ കുറച്ച് വെജിറ്റബിൾസ്, ബ്രോക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സാലഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ രാത്രി നന്നായിട്ട് വയറ് നിറയും. രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിശക്കൊന്നുമില്ല. അപ്പോൾ അതേപോലെ ബാസ ഫിഷ്, സാൽമൺ ഇവിടെ അങ്ങനെ ഇന്ത്യൻ സാൽമണേ കിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര അടിപൊളിയൊന്നും കിട്ടില്ല.
അപ്പോൾ ചിക്കൻ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റത്തിൽ ഒന്നാണ് കേട്ടോ. ഫിഷ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ചോറൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കാണ് ചിക്കൻ അധികം ഫിഷ് അധികം ഉണ്ടാക്കുക. അല്ലെങ്കിൽ പിന്നെ ഫിഷ് കറി, സ്ക്വിഡ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂന്തൾ, അതേപോലെ ചെമ്മീൻ, ഈ രണ്ടെണ്ണമാണ് അധികം നമ്മൾ വാങ്ങും. കാരണം അയിലും മത്തിയൊക്കെ എനിക്ക് നല്ല എണ്ണയിൽ വറുത്ത് പൊരിച്ചാലാണ് ആ ഒരു ഫീല് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നാളികേരം അരച്ച് വെക്കണം. അപ്പോൾ പിന്നെ അത് അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഇതെടുത്തിട്ടൊന്ന് അടിച്ച് പരത്തി ഒരു ഇതാക്കിയിട്ട് എങ്ങനെയുണ്ട് മിത്തു ചിക്കൻ 65? മിത്തുവിൻ്റെ ചിക്കൻ 65ഉം ചോറും മുളകൂഷ്യും പയറുപ്പേരിയൊക്കെ കാണുമ്പോഴേക്ക് കഴിക്കാൻ തോന്നുന്നു. പയറുപ്പേരി എങ്ങനെയുണ്ട്? ഇതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? മുളകൂഷ്യ. ചിക്കൻ നന്നായിണ്ടാ? പെട്ടെന്ന് ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ ചിക്കനും അടിപൊളിയായിട്ടുണ്ട്. യെസ്, ഈ ഒരു പ്രോട്ടീൻ ഡിപ്പിൻ്റെ കൂടെ കഴിക്കാൻ ഒരു രക്ഷയില്ല. അത് ഗ്രീക്ക് യോഗർട്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ഡെയിലി കഴിക്കാം. ഡെയിലി ഡിന്നറിന് ഇത് കഴിക്കാം. അടിപൊളിയാണ്. കുറച്ച് വെജിറ്റബിൾസും കൂടെ വേണം. കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ഉണ്ട് ബണ്ണും ചാറും കൂട്ടി കഴിക്കാണോ സാധ്യ ചെയ്യേണ്ടത്? രമേശേട്ടന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്താൽ ഇതുപോലത്തെ ഡയലോഗുകളൊക്കെ കേൾക്കാം. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ കൂടെ ഒന്നാകെ കഴിക്കണവരുണ്ട്. ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഫുഡുകൾ അല്ലേ? ഇതാണ് ഫുഡ്. അല്ല, ഇന്നത്തെ പ്രോട്ടീൻ ആയില്ലേ? പ്രോട്ടീൻ അധികമാവുമെന്ന്. രാത്രി ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഭയങ്കര ഹെവി ആട്ടോ. എൻ്റെ വയറ് ഫുള്ളായി. ഞാൻ കഴിച്ചിട്ട് പറയാം. ശരിക്കും ഫുള്ളായി, ഭയങ്കര കൂടുതലായ പോലെ. അടിപൊളി. ശരിക്കും കുറച്ച് സാലഡ് ഇതും കൂടെ കഴിക്കാം. കുക്കുംബറൊക്കെ നല്ല ഹെവി ഫുഡ്. പക്ഷേ എനിക്ക് എന്നും ഇങ്ങനെ പറ്റില്ല കേട്ടോ. രമേശേട്ടന് സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. എന്നാൽ ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് എനിക്ക് ഇടയ്ക്കൊക്കെ ചപ്പാത്തി, ചെമ്മീൻ കറിയോ അല്ലെങ്കിൽ നല്ല പുട്ടും കോഴിക്കറിയോ അങ്ങനെയൊക്കെ കഴിക്കുന്നു. പുട്ടിനൊക്കെ സ്നേഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് പുട്ടൊക്കെ വെറുതെ. കുറെ അരിപ്പൊടി വാരിത്തിന്ന അല്ലല്ല, പോഷൻ കൺട്രോൾ ചെയ്ത് കടല കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ്. കടലയ്ക്ക് മാത്രമേ ഗുണമുള്ളൂ, പുട്ടിനൊരു ഗുണമില്ല. പക്ഷെ അത് കുഴപ്പമില്ല, കാപ്സ് കുറച്ച് കയറുന്നില്ലല്ലോ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇതൊന്നും ഉണ്ടാക്കി നോക്കും, അടിപൊളിയാട്ടോ. ലെമണിൻ്റെ ഫ്ലേവർ ഇത്തിരി കൂടുതൽ പോലെക്ക് തോന്നി. പക്ഷെ ലെമൺ പെപ്പർ ചിക്കൻ ആണ്, അതുകൊണ്ട് ആ ഒരു പുളിപ്പ് കുറച്ചുണ്ടാവും. പക്ഷെ അടിപൊളി. ലെമൺ എപ്പോഴും മിത്തുവിൻ്റെ ചോറാണ് അതിൻ്റെ രസം. ഓ, രാത്രിയൊക്കെ ചോറ് കഴിച്ചിരുന്ന ഒരു കോലം ഉണ്ടായിരുന്നു. രമേശേട്ടൻ്റെ പക്ഷെ ഇഷ്ടമല്ല. പണ്ട് രാത്രി ചോറ് കഴിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചോറ് പണ്ടും വലിയ ഇഷ്ടമില്ല. ചപ്പാത്തിയാണ് അത് തന്നെ. മിത്തുവിന് ചിന്ന ചോറ് ഇഷ്ടമാണ്, പക്ഷെ മിത്തുവിനും ചപ്പാത്തി അതുപോലെ തന്നെ ഇഷ്ടമാണ്. എനിക്ക് ചോറ്, പലഹാരങ്ങൾ ഇപ്പോഴാണെങ്കിൽ ചോറ് 4 നേരം കിട്ടിയാലും കഴിക്കുന്നുള്ള അവസ്ഥയാണ്. അത്ര ഇഷ്ടമാണ് ചോറ്. ചോറ് ശരിക്കും ചെറിയ ഒരു ഇത്ര കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിൽ കുറച്ച് സാറ്റർഡേ സൺഡേ ഉറപ്പായിട്ടും വെക്കും. എനിക്ക് അന്നൊന്നും ചപ്പാത്തി കഴിക്കേണ്ട കാര്യം ആലോചിക്കാൻ വയ്യ. ചേട്ടനൊക്കെ അങ്ങനെ. അയ്യോ, ഇതാണ് കുറച്ചും കൂടെ നല്ലത്. ചപ്പാത്തിയും ചോറും വലിയ വ്യത്യാസമൊന്നുമില്ല. വല്ലാത്തൊരു അപമാനം. നിവിൻ പോളി കഴിക്കണ പോലെ ബണ്ണും ചാറും.